രാവിലത്തെ അങ്കമൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് പോരാട്ടോ. ചിലപ്പോൾ മഴ, ചിലപ്പോൾ വെയിൽ. ഞാൻ പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ രണ്ടുപേരും വരുന്നത്. അതെന്തേലും ആവട്ടെ അല്ലേ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്കേ 2 കിലോ നല്ല പഴുത്ത മാമ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വന്നപാടെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി മാങ്ങ കഴിച്ചിട്ടേ ബാക്കി എന്തോ ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഒറ്റ ഇരിപ്പായി. അപ്പോൾ അതിൽ നിന്നും ഒരു നല്ല പഴുത്തതായിട്ടുള്ള ഒരു 2-3 മാങ്ങ നോക്കി അമ്മ അരിയാനായിട്ട് തുടങ്ങി. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഫുൾ ടയേർഡാണ്, ബാറ്ററി ഫുൾ വീക്കാണ്. അപ്പോൾ അതൊന്ന് ചാർജ് ആവണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ എനിക്ക് വേണം. അപ്പോൾ ചായ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വേഗം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാവേ. ഫേസൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടേ. ഇനി നേരെ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ വീഡിയോ മുന്നേ കാണുന്നവർക്കൊക്കെ ഈ ഒരു കിച്ചൺ നല്ലോണം പരിചയം ഉണ്ടാവും അല്ലേ. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാനിത് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ജനാലയുടെ ഭാഗത്തായിട്ട് ഒരു 6 പോട്ടിലായിട്ട് ഞാൻ നമ്മുടെ പോത്തോസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിലും വെളിച്ചമൊക്കെ അവിടെ കിട്ടാറുണ്ട്, നല്ലോണം വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. ചായ ഉണ്ടാക്കാനല്ലേ ഞാൻ കിച്ചണിൽ വന്നത്, പക്ഷേ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് കണ്ടത് എന്താണെന്നറിയോ, 2 വാഴപ്പഴം അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വൈ നോട്ട്, നമ്മുടെ ചായയുടെ കൂട്ടത്തൊരു പലഹാരം കൂടെ ആയിക്കൂടാന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ ഒരു 10 മിനിറ്റിൽ ഒരു പഴംപൊരിയും കൂടെ സെറ്റാക്കിയെടുക്കാമെന്ന് അന്നേരം ഞാൻ അങ്ങ് ഡിസൈഡ് ചെയ്തു. പഴംപൊരി ഉണ്ടാക്കാനായിട്ടേ നമുക്ക് ആദ്യം അതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാവേ. കാരണം ബാറ്റർ ഉണ്ടാക്കി ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് പുറത്ത് വെച്ചേക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് മുരിച്ചെടുക്കാവൂ, എന്നാലേ ആ ഒരു ടേസ്റ്റ് അതിന് കിട്ടത്തുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് പഴംപൊരി തയ്യാറാക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരല്പം മൈദമാവ്, പിന്നെ ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരല്പം അരിപ്പൊടി, നിങ്ങൾക്ക് മാവിന് ഇച്ചിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര, പിന്നെ നമ്മുടെ പഴംപൊരിക്ക് ഇച്ചിരി നിറം വേണം, ഇച്ചിരി ഒരു മഞ്ഞ കളറൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തീരെ കട്ടിയുമല്ല തീരെ ലൂസുമല്ല എന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാവേ. അപ്പോൾ ഈ ബാറ്റർ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ പഴം, നല്ല പഴുത്ത പഴം നോക്കി എടുക്കണേ. പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പഴം 3ആയിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. ഇതിനിടയിൽ നമുക്ക് ചായയുടെ പരിപാടിയും കൂടെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സൊസൈറ്റിയിൽ 4 പാല് മേടിക്കാറുള്ളത്, കവറ് പാൽ ഇവിടെ മേടിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം പാലും വെള്ളമൊക്കെ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റ് ചായയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ ചായയുടെ പ്രിപ്പറേഷൻ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് നമ്മുടെ പഴംപൊരി കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിനായിട്ട് ഒരു പാന് വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായ എണ്ണയിലേക്കായി വേണം നമ്മൾ പഴംപൊരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ബാറ്റർ എനിക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തില്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അറിയില്ല എന്താണെന്നറിയില്ല, തരികളൊന്നും അതിലുണ്ടാവുമോ, അല്ലെങ്കിൽ മാവ് നേരെ മിക്സ് ആവാണ്ട് കിടക്കുമോ എന്നൊരു ചിന്തയാവാം. അപ്പോൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പഴത്തിൻ്റെ ഇരുവശവും മാവിൽ ഡിപ്പ് ചെയ്ത് നല്ലോണം നമ്മുടെ മാവൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിലാട്ടോ ഇട്ട് ഒന്ന് മുരിച്ചെടുക്കുക. അപ്പം എണ്ണയിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ലെവലിലാക്കാം. മാവിൻ്റെ പഴംപൊരിയുടെ ഇരുവശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം മറുചട്ടിയിൽ നിന്നും ഞാൻ ചായ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അപ്പോൾ പാലൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ട ബ്രാൻഡിലുള്ള തേയിലപ്പൊടി അതിലിട്ട് കൊടുക്കും. അടുത്തത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം അത് ഒരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കും. 1 മിനിറ്റ് മതി. അപ്പോൾ ഇത് വീണ്ടും നല്ലോണം ആ ലോ ഫ്ലെയിമിലിരുന്ന് നല്ലോണം വെട്ടി തിളയ്ക്കും. അപ്പോൾ ഈ തിളയ്ക്കുന്ന പാലിൽ ഞാൻ പഞ്ചസാര ചേർക്കാറില്ല. ഞാൻ ഡയറക്റ്റായിട്ടല്ല പഞ്ചസാര ചേർക്കുന്നത്. പകരം നമ്മൾ ഏതിലാണോ ചായ അടിക്കാനായിട്ട് പാത്രം വെച്ചേക്കത്തില്ലേ, ഏത് പാത്രമാണോ അതിലാണ്
പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഇന്ന് നമ്മൾ ബൂസ്റ്റ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ കൂട്ടത്ത് ബൂസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്ന ചായ പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് നല്ലോണം അടിച്ച് പതപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചായ കണ്ടിട്ടില്ലേ, നല്ലോണം അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ തന്നെ കാരണം അടിച്ച് പതപ്പിച്ച് കൊടുക്കുമ്പോഴേ. അപ്പോൾ അതുപോലെ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, കൊള്ളാം. അത്യാവശ്യം ഞാനിടുന്ന ചായ നന്നായിട്ടുണ്ടെന്ന് വീട്ടുകാർ പറയാറുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പഴംപൊരി ഫസ്റ്റ് സെറ്റൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പഴംപൊരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 6 പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിച്ചിരുന്നപ്പോഴേ മുറ്റത്ത് നല്ല മഴയുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അതെങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാനും കുഞ്ഞും കൂടെ മുറ്റത്ത് അങ്ങിരിപ്പായി. അടുത്ത മഴ വരുന്നതും കാത്താണ് ആ ഇരിപ്പ്. പക്ഷേ ചായ കുടിച്ചു. ആ ഒരു ഇളം തണുപ്പിൽ അവിടെ ഇരുന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ പിറ്റന്നേരത്തേക്കുള്ള ആലോചനകളായി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുള്ള ഈ ഒരു ഇരിപ്പ് എനിക്ക് മനസ്സിനൊരു പ്രത്യേക സുഖം തരുന്നതാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാവും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ.